ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. അതിലെ ആദ്യത്തെ സെക്ഷനായ രക്തപര്യന വ്യവസ്ഥ കംപ്ലീറ്റ് ആക്കി. ഇന്ന് നമ്മൾ അടുത്ത് നോക്കുന്നത് വിസർജന വ്യവസ്ഥയെക്കുറിച്ചാണ്. വിസർജന വ്യവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രക്തപര്യന വ്യവസ്ഥ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് നോക്കാം. വിസർജന വ്യവസ്ഥ, എക്സ്ക്രീറ്ററി സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് മനുഷ്യ ശരീരത്തിലെ വിസ്മയങ്ങളായ ദഹനം, ശ്വസനം, അതുപോലെ രക്തപര്യനം തുടങ്ങിയവയെക്കുറിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഈ ശ്വസന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? നമ്മുടെ ശ്വസന ഫലമായി ഉണ്ടാകുന്ന വാതകം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? നമ്മുടെ ശ്വസനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം. അപ്പോൾ ഇത് പുറന്തള്ളുന്ന അവയവം ഏതാണ്? പിന്നെ മറ്റെന്തെല്ലാം വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്? അവയെ പുറന്തള്ളാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതെല്ലാമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് എന്താണ് വിസർജനം അഥവാ എക്സ്ക്രീഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അതുപോലെ അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. മനുഷ്യന്റെ ജീവൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന യൂറിയ, അതുപോലെ അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവയൊക്കെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം അഥവാ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വിസർജനത്തിന് സഹായിക്കുന്ന അവയവമാണ് നമ്മുടെ വൃക്കകൾ, കിഡ്നി. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്കകൾ. ഇപ്പോൾ വിസർജനം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഓർഗൻ എന്ന് പറയുന്നത് വൃക്കയാണ്, വൃക്ക. അതുകൊണ്ട് തന്നെ ഈ വൃക്ക മനുഷ്യ ശരീരത്തിലെ അരിപ്പകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ കിഡ്നി അല്ലേ? വൃക്കകളാണ്. ഇനി കുറച്ച് വൃക്കയുടെ നമ്മുടെ പാർട്സ് തന്നിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കണം. കണ്ടോ, വൃക്ക ധമനി റെഡ് കളറാണ്, വൃക്ക സിര ബ്ലൂ കളറിലുള്ളതാണ്. പിന്നെ ഇതാണ് നമ്മുടെ വൃക്ക എന്ന് പറയുന്നത്. ഒരു ജോഡി വൃക്കയാണ് മനുഷ്യനുള്ളത് അല്ലേ? അതായത് 2 വൃക്കകളാണ് നമുക്കുള്ളത്. ഈ ചെറിയൊരു ഇതെന്ന് പറയുന്നത് മൂത്രവാഹിയാണ്. ഇവിടെ മൂത്രാശയം, പിന്നെ മൂത്രനാളം. ആണല്ലോ. ഇനി വൃക്കയും അതിൻ്റെ അരിക്കലും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പയറുവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹാർട്ട് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു എവിടെയാണ് ഈ ഹാർട്ടിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു. അതുപോലെ വൃക്കയുടെ സ്ഥാനവും ഓർത്തിരിക്കുക. അതിൻ്റെ ആകൃതി പയറുവിത്തിൻ്റെ ആകൃതിയാണ്. അതുപോലെ ഉദരാശയത്തിലാണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത്. നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് നമ്മുടെ വൃക്കകൾ കാണപ്പെടുന്നത്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളാണ് വൃക്കാധമനി. അപ്പോൾ ഓർത്തിരിക്കുക, വൃക്കയിലേക്ക് നമ്മൾ വൃക്ക പഠിക്കുമ്പോൾ മാറിപ്പോകരുത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സിരകളാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ധമനി ശുദ്ധരക്തം അങ്ങോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ വൃക്ക ഓർത്തിരിക്കുക. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് ആരാണ്? വൃക്കാധമനികളാണ്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനികളാണ്. ഈ വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? യൂറിയയുണ്ട്, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, പിന്നെ മറ്റ് ഘടകങ്ങളും കൂടി അടങ്ങിയിരിക്കുന്നു. എന്നാൽ അരിക്കലിനു ശേഷം വൃക്ക സിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. അപ്പം എന്താണ്? ധമനി വഴി എത്തുന്ന രക്തത്തിലാണെങ്കിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് കൂടുതലും, ഈ അരിക്കലിന് ശേഷം വൃക്ക സിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയയുടെ അളവ്, അതുപോലെ ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ തുടങ്ങിയവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ആണല്ലോ. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുന്നു. ഇത്തരം അരിക്കലിന് ശേഷം അതിലെ മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൽ ശരിയായ അളവിൽ ജലവും ലവണങ്ങളും ഒക്കെ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.
അപ്പോൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ ശരാശരി എത്ര ലിറ്റർ മൂത്രമാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അത് 1.5 1.5 ലിറ്റർ ആണേ, 1.5 ലിറ്റർ. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ ആരാണ്? വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു വൃക്കാധമനിയാണ്. ഈ വൃക്കയിൽ നിന്നും രക്തത്തെ തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? അത് വൃക്കാസിരകളാണ്. ഓക്കെ, വൃക്കാധമനി, വൃക്കാസിര എന്നീ രക്തക്കുഴലുകളിലെ രക്തത്തിന് എന്ത് വ്യത്യാസമാണുള്ളത്? അല്ലെ, വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ഓക്സിജൻ, ലവണങ്ങൾ ഇവയുടെ അളവ് കൂടുതലും വൃക്കാസിര വഴി പുറത്തോട്ട് പോകുന്ന രക്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവയുടെ അളവ് താരതമ്യേന കുറവുമായിരിക്കും. ഇനി നമ്മുടെ വൃക്കയിൽ നിന്നും മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ്? കണ്ടോ, വൃക്കയിൽ നിന്ന് എന്താ മൂത്രത്തെ കൊണ്ടുപോകുന്നത്? മൂത്രവാഹിയാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വിസർജന വ്യവസ്ഥയിലെ ഏതു ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നത്? മൂത്രം ശേഖരിക്കുന്നത് നമ്മുടെ മൂത്രാശയത്തിലാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡോക്ടറും കുട്ടിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. കുട്ടി പറയാണ്, ഡോക്ടർ, മൂത്രമൊഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നു, കൂടാതെ അടിവയറ്റിലും വേദനയുണ്ട്. ഡോക്ടർ ചോദിക്കുകയാണ്, ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി പറയാണ്, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കേണ്ടി വരുമെന്നതിനാൽ ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ, വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമേ മൂത്രമൊഴിക്കൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇടയ്ക്കിടെ മൂത്രമൊഴിക്കേണ്ടി വരും എന്ന് പേടിച്ച് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളിൽ കുറച്ച് വെള്ളം മാത്രമേ കൊണ്ടുപോകൂ, കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ, പിന്നെ തിരികെ വീട്ടിൽ വന്നതിന് ശേഷമാണ് മൂത്രമൊഴിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് എന്ത് കുടിക്കണം? വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയത്തിൽ എന്തുണ്ടാകും? അണുബാധയുണ്ടാകും, ഇൻഫെക്ഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും യഥാസമയം മൂത്രമൊഴിക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലും വേദനയൊക്കെ അനുഭവപ്പെടും, അടിവയറ്റിൽ വേദന അനുഭവപ്പെടും, അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാകും അല്ലേ. ഇനി നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പരിശോധിക്കൂ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ വൃക്കയുടെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് നോക്കാം. അപ്പം എന്നെ സംരക്ഷിക്കൂ എന്നാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് നോക്കാം. ദിവസവും വ്യായാമം ചെയ്യണേ, അതുപോലെ പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണേ, ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കണേ, അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കണേ, ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണേ. അത് നോട്ട് ചെയ്ത് വെക്കുക. ദിവസവും ഏകദേശം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? 12 ഗ്ലാസ് വെള്ളം. അതുപോലെ കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കണേ. അപ്പോൾ വൃക്കകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഇതൊക്കെ ചെയ്യണേ എന്നൊരു വൃക്ക പറയുന്നതായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? നമുക്ക് ഡയാലിസിസ് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഡയാലിസിസ് ചെയ്യാം, അതുപോലെ വൃക്ക മാറ്റിവെക്കാം. അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. വൃക്ക മാറ്റിവെക്കൽ അഥവാ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ചു പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിയെടുക്കൽ അല്ലെ, മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. എന്താണ്, എത്ര വൃക്കയാണ് എടുക്കുന്നത്? ഒരു വൃക്ക മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ, 2 വൃക്കയും എടുക്കാനായിട്ട് പാടില്ല. ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ചു പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെ പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? വൃക്ക മാറ്റിവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ രക്തഗ്രൂപ്പുകളൊക്കെ സെയിം ആയിരിക്കണം. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വൃക്കദാനത്തിനുള്ള ഏജ് എത്രയാ പറയുന്നത്? 18 വയസ്സ് പൂർത്തിയായ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് വൃക്കദാനം ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ മറ്റ് വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മഴക്കാലത്ത്, വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വിയർപ്പുണ്ടാകുന്നല്ലോ. ഇതെങ്ങനെയാണ് പുറത്തു പോകുന്നത് അല്ലേ? അപ്പോൾ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ ജലം പുറത്തു പോകുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇനി എന്താണ് വിയർപ്പ് എന്ന് നമുക്ക് നോക്കാം. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ വിയർപ്പുണ്ടാക്കുന്നത് ആരാണ്? ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് എന്ന് ഓർമ്മ വേണം. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ചു നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയും ത്വക്കിന്റെ ധർമ്മങ്ങളാണ് അല്ലേ.
ഇപ്പോൾ ത്വക്കിൻ്റെ ധർമ്മങ്ങൾ വിയർക്കൽ, നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കൽ, സ്പർശം അറിയുക തുടങ്ങിയവയൊക്കെയാണ്. ഇനി ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥികളിൽ നിന്നും വിയർപ്പ് പുറത്തു വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ ഉണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ എന്ത് ചെയ്യുക? ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വൃക്ക, ത്വക്ക് എന്നിവ കൂടാതെ നമ്മുടെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ട് എന്ന് നമുക്ക് പറയുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ശ്വാസകോശം എങ്ങനെയാണ് വിസർജനത്തെ സഹായിക്കുന്നതെന്ന് നോക്കാം. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ അത് ആര് ചെയ്യുന്നതാണ്? വിസർജന പ്രക്രിയ ശ്വാസകോശം, നമ്മുടെ ലങ്സ് ചെയ്യുന്നതാണ്. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. അതുപോലെ കരൾ എന്ത് ചെയ്യുന്നു? കരള് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? അത് കരളാണ്. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ വസ്തുക്കളെ, രാസവസ്തുക്കളെ കരൾ എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ബൈലും ആരുൽപാദിപ്പിക്കുന്നു? കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം. പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നത്, അല്ലെ, ഈ അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത് ആരാണ്? കരളാണ്. ഓക്കെ, ഇനി നമ്മുടെ കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന അവയവം ഏതാണ്? അത് നമ്മുടെ ശ്വാസകോശം, ലങ്സ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? പിത്തരസം, ബൈൽ, അല്ലേ. പിന്നെ കരളിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ അമോണിയ എന്ത് ചെയ്യുന്നുണ്ട്? യൂറിയയാക്കി മാറ്റുന്നു. ഓക്കെ, രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ വസ്തുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? കരള് നശിപ്പിക്കുന്നു. ഇപ്പോൾ സസ്യങ്ങളും ജീവികളാണല്ലോ, അവയിൽ വിസർജനം നടക്കുന്നുണ്ട്. അപ്പോൾ ഉയർന്ന ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിസർജന വ്യവസ്ഥ കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ഇതിൽ ചോദിച്ചേക്കുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ്. അപ്പോൾ എന്താണെന്ന് നോക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ എന്ന് പറയുന്നത്. അതുപോലെ കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന അവയവമാണ് ശ്വാസകോശം. എന്താണ് വിയർപ്പ് ഓർത്തിരിക്കുക. വൃക്ക മാറ്റി വെക്കാൻ ആവശ്യമായ പ്രായം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ നമ്മുടെ വൃക്കയിലേക്ക് എത്തിച്ചേരുന്ന കുഴല്, വൃക്കയിൽ നിന്നും പുറത്തോട്ട് പോകുന്ന കുഴല്, വൃക്കയുടെ ആകൃതി, പിന്നെ അതുപോലെ വൃക്കയിലെ അരിക്കൽ എങ്ങനെയാണ് എന്നൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ വിസർജന വ്യവസ്ഥയിൽ നമ്മുടെ എന്താണ് വിസർജനമെന്നും ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വിസർജന വ്യവസ്ഥ വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 7ാം ക്ലാസ് ആയതുകൊണ്ടാണ്. 9th പോകുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ വിസർജന വ്യവസ്ഥ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും നന്നായിട്ട് നോക്കി വരിക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.